എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് സർവകലാശാല ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ തുല്യത നിർത്തിയതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. VC ആണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ന്യൂസുകളിൽ ഇതേക്കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിലും ഞാൻ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. PSCയിൽ നമ്മൾ മുമ്പ് വിളിച്ചപ്പോൾ PSCയുടെ ഭാഗത്തു നിന്നും കേട്ട മറുപടിയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചതാണോ? കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചാണെങ്കിൽ PSC അക്സെപ്റ്റ് ചെയ്യും. ആണ് നിലവിലെ മാനദണ്ഡം. ഞാൻ ചോദിക്കട്ടെ, UGC അംഗീകാരം വേണ്ടേ? UGC അംഗീകൃതമാണെങ്കിൽ PSC അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതായത് വേറെ യൂണിവേഴ്സിറ്റികൾ ഏതെങ്കിലും ഈക്വലൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. മേഡം സംശയം ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. അതായത് കാലിക്കറ്റ് സർവകലാശാല ഇതുപോലെ തുല്യത കൊടുത്ത് ഭാരതീയർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കേസിലാണ് സുപ്രീം കോടതിയിൽ. അപ്പോൾ അവര് അംഗീകാരം ഇല്ലാതെ ആൾക്കാരെ പറ്റിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് കേസിന് പോകും കേട്ടോ. അതാണ് അതിലിപ്പോ ഇത് അറിഞ്ഞത് PSC അംഗീകരിക്കുന്നുണ്ടെന്നാണ്. PSC അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളതിന്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഏതെങ്കിലും ഇക്വലൻസി കൊടുക്കുന്നുണ്ടോ വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ PSC അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതാണ് മാനദണ്ഡം. ഇടയ്ക്ക് PSCയുടെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് PSC തന്നെ പറയുന്ന ഒരു അത് വീണ്ടും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. കാര്യം ഇപ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നേരത്തെ തുല്യത നിർത്തും മുമ്പായിരുന്നു ഞങ്ങൾ PSC എടുത്ത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് കാലിക്കറ്റിൻ്റെ തുല്യത കൊണ്ടുവന്നാലും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ 15 മുതൽ 22 വരെ കൊടുത്ത തുല്യതയ്ക്ക് അംഗീകാരമില്ല, UGC അപ്രൂവ് ഇല്ലെന്ന്. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തുല്യത കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ കൊടുത്ത തുല്യത അംഗീകാരമില്ലെന്ന്. VC തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ PSCയിൽ തുല്യത വെച്ച് ജോലിക്കിരിക്കുന്നവരുടെ ഈക്വലൻസി വാലിഡ് അല്ല എന്ന് അതൊരു യാഥാർത്ഥ്യമാണ്. PSC പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയുടെ തുല്യത സർട്ടിഫിക്കറ്റ് മാത്രം മതി, ഞങ്ങൾ PSC ജോലിയിൽ കയറ്റുമെന്ന്. അംഗീകാരവും കോടതി കേസും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. തുല്യത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറ്റും എന്ന് വെച്ചാൽ പിന്നെ തുല്യത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് അണ്ടനാണ് ഉടനെ ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് അംഗീകാരത്തിൻ്റെ കാര്യമോ കോടതി കേസോ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതാണ് PSC ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? കാലിക്കറ്റ് സർവകലാശാല തന്നെ പറയുന്നു ഭാരതീയർ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ല, 15 മുതൽ 22 വരെയുള്ള തുല്യതാ സർട്ടിഫിക്കറ്റിന് വാല്യയില്ലെന്ന്. ഇനി PSC ആണ് പറയേണ്ട ഉത്തരം. PSC എന്തുകൊണ്ട് ഈ തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു? PSCയുടെ ഈ പറച്ചിൽ നിന്നും വ്യക്തമാക്കുന്നത് തുല്യത മാത്രം മതി, ബിരുദത്തിന് അംഗീകാരം വേണ്ട, ഒന്നും വേണ്ട, കേസിനെ പറ്റിയും അവർക്കറിയണ്ട. വെറും കേരളത്തിലെ സർവകലാശാലകൾ തരുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമുണ്ടെങ്കിൽ ടെസ്റ്റ് എഴുതി ജോലി കയറാം. ഇൻ്റർവ്യൂവിന് അവർ വെരിഫിക്കേഷൻ പോലും ചെയ്യുന്നില്ല. അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് എന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല. UPSCയെ കണ്ടുപഠിക്കണം, UPSC SSC ഒക്കെ കണ്ടുപഠിക്കണം. അവരാണെങ്കിൽ UGC അപ്രൂവലുണ്ടോ എന്ന് ഇൻ്റർവ്യൂ സമയത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്ത് നോക്കും. ഇതിൽ പറയാനുള്ളത്, UPSC SSC പോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനും അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിരിക്കണം. വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അതിന് അംഗീകാരമുണ്ടോ, കേസിൽ പെട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണോ എന്ന് വ്യക്തമായിട്ട് നോക്കണം. ഇതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് നോക്കുന്നില്ല, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ മാത്രം എടുത്ത് ദൂരെ കളയും, വേസ്റ്റ് കുട്ടയിൽ. ഭാരതീയറിൻ്റെ സർട്ടിഫിക്കറ്റ് തുല്യത മാത്രം കാണുമ്പോൾ കയറ്റി വിടും. ഇതെന്തൊരു അനീതിയാണ് ഇവിടെ നടക്കുന്നത്. സുപ്രീം കോടതിയിൽ 2 കേസാണ് ഇരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. 28 പെറ്റീഷനേഴ്സ് കേസാണുള്ളത്. അതിൽ അണ്ണാമലയ്ക്ക് 15 to 22 വരെ അംഗീകാരമില്ല, ഭാരതീയറിനും 15 to 22 വരെ അംഗീകാരമില്ല. പക്ഷേ അണ്ണാമല സർവകലാശാലയെ മാത്രം ചവിട്ടി താഴ്ത്തി PSC ഇട്ടിരിക്കുന്നു. ഭാരതീയർ സർവകലാശാലയ്ക്ക് മാത്രം തുല്യതാ സർട്ടിഫിക്കറ്റ് വെച്ച് കയറ്റി വിടുന്നു. UGCയുടെ റൂൾ അനുസരിച്ച് UGC DB വെബ്സൈറ്റിൽ അംഗീകാരമില്ലാത്ത സർവകലാശാലകൾ സൈറ്റിൽ കാണില്ല. സൈറ്റിലില്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് അപ്രൂവലുമില്ല, സൈറ്റിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് അപ്രൂവലുള്ളത്. ഭാരതീയറിന് 15 മുതൽ 23 വരെ അംഗീകാരമില്ല. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് UGC DB വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ഞാൻ UGCയുടെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരെ ഭാഗത്താണ് തെറ്റുപറ്റിയത്. ഇതിൽ PSCയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്.